പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ജീവിതത്തെയോർത്ത്, ജീവനെയോർത്ത്, ശരീരത്തെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ, ജീവിതങ്ങളെ, മക്കളെല്ലാം അങ്ങേ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ പദ്ധതി അനുസരിച്ച് ഞങ്ങൾ ഓരോരുത്തരും ജീവിക്കുവാൻ ഇടയാകണമല്ലോ. ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങയുടെ തിരുഹിതം പോലെ ജീവിക്കാൻ വേണ്ട അഭിഷേകവും കൃപയും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളുടെ മേലുള്ള എല്ലാ തിന്മയുടെ ആധിപത്യങ്ങളും, ലോകത്തിന്റെ ചില അരൂപി സ്വാധീനങ്ങളും, ചില അടിമത്തങ്ങളും ബന്ധനങ്ങളും എല്ലാം തകർത്തെറിഞ്ഞ് കർത്താവ് ഞങ്ങളുടെ മക്കളെ അങ്ങ് തന്നെ വീണ്ടെടുക്കണമേ, സ്വന്തമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവേ, നാരകീയ സർപ്പത്തിന് തലയെ തകർത്ത അമ്മേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയൊക്കെ ശക്തമായിട്ട് പ്രാർത്ഥിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ശക്തമായ ദൈവിക ഇടപെടലിലൂടെ ഈ മോണിക്ക പ്രാർത്ഥനയില് നമ്മൾ മുന്നോട്ട് പോകുകയാണ്. പറഞ്ഞ പോലെ 33 ദിവസം നമ്മൾ ഈ പ്രാർത്ഥന ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഒരു ഒറ്റ സ്ട്രെച്ച്, ഒറ്റ അടിക്ക് നമ്മൾ പ്രാർത്ഥിക്കും. അതിനുശേഷം നമ്മൾ ഒക്ടോബർ മാസത്തില്, ഞാൻ പറഞ്ഞതൊരു യുദ്ധമാണ്, ആ യുദ്ധം നമ്മൾ അതിശക്തമായിട്ട് തുടരുകയാണ്. നമ്മുടെ മക്കൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം, നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം, ഈ ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം ഈ ഒരു പ്രാർത്ഥന അതിശക്തമായിട്ട് മാതാപിതാക്കൾ, കുടുംബങ്ങൾ, അഭിഷിക്തർ, സന്യസ്തർ ഏറ്റെടുത്ത് മക്കൾക്ക് വേണ്ടി ശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒത്തിരി തിരക്കുണ്ടെങ്കിലും നമ്മൾ ഈ ശുശ്രൂഷ മുടങ്ങാതെ കൊണ്ടുപോകും, പ്രാർത്ഥിക്കും. അടുത്ത ഒക്ടോബർ മാസം മക്കൾക്കായി മാതൃസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ജപമാലയുടെ കരുത്തും ശക്തിയും ഒക്കെ സ്വന്തമാക്കി നമ്മൾ ഒക്ടോബർ 1-ാം തീയതി അതുമായിട്ട് ബന്ധപ്പെട്ട മെസ്സേജ് നമ്മൾ ഇടും. അതിനുശേഷം നമ്മൾ മോണിക്ക പ്രാർത്ഥന 4-ാം തീയതി അവസാനിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ഒക്ടോബർ മാസം മുഴുവനും അമ്മയുടെ സന്നിധിയിൽ, മാതൃസന്നിധിയിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരമ്മയ്ക്കറിയാം മകന്റെ നാശത്തിന്റെയും വഴിപിഴച്ച ജീവിതത്തിന്റെയും നൊമ്പരം. അമ്മ, മാതൃഹൃദയം, നമ്മുടെ അമ്മയോട് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് നമ്മൾ ചിന്തിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു മേഖല ജഡിക പാപങ്ങൾക്ക് അടിമപ്പെട്ടു പോയ മക്കൾ. അനേക മക്കള് ജഡികമായ അവസ്ഥയില് പാപത്തിൽപ്പെട്ട് വ്യഭിചാര ദുർബോധത്തിന്റെ പിടിയിൽ അമർന്നു പോയ അനേക മക്കളുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് മ്ലേച്ഛമായ സിനിമകൾ കണ്ട്, ബ്ലൂ ഫിലിമുകൾ കണ്ട്, മ്ലേച്ഛമായ പ്രവൃത്തികൾ ചെയ്ത്, മ്ലേച്ഛമായ ആസക്തികൾക്ക് അടിമപ്പെട്ട് ജീവിതം തന്നെ നശിച്ച് തകർന്നു പോയ അനേക മക്കൾ. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കറിയാം 1 കൊരിന്ത്യർ 3:16 പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ ദൈവത്തിന്റെ ആലയങ്ങളാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്നും നിങ്ങൾ അറിയുന്നില്ലേ? നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. അവിടെ വീണ്ടും പറഞ്ഞത്, ദൈവത്തിന്റെ ആലയത്തെ വേശ്യയുടെ അവയവങ്ങളാക്കാമോ? ദൈവത്തിന്റെ ആലയമാണ്, ദൈവത്തിന്റെ ശരീരമാണ്, ദൈവത്തിൻ്റെതാണ്. അതൊരിക്കലും വേശ്യയുടെ മ്ലേച്ഛതയ്ക്കോ ജഡിക പാപത്തിനോ വേണ്ടി നമ്മൾ വിട്ടുകൊടുക്കാനോ ഉപയോഗിക്കാനോ പാടില്ല. അത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഈ ലൈംഗികത എന്ന് പറയുന്നത് ജീവന് ജന്മം കൊടുക്കാൻ ദൈവം നൽകിയിരിക്കുന്ന വലിയ ഒരു അനുഗ്രഹമാണ്. ദൈവത്തിന്റെ ജീവൻ നൽകുന്ന വലിയ പ്രവൃത്തിയില്
മനുഷ്യനെ പങ്കുചേർത്തുകൊണ്ട് വിവാഹമെന്ന കൂദാശയിൽ അതിവിശുദ്ധമായി പരിക്രമം ചെയ്യപ്പെടേണ്ട സ്നേഹത്തിന്റെ പാരമ്യത്തിൽ നിന്ന് ഒരു കുഞ്ഞു ജനിക്കാനും ശാരീരിക ബന്ധം, ലൈംഗിക ബന്ധം, ആ ഒരു വലിയ കൃപ കർത്താവ് കൊടുത്തിരിക്കുന്നത്. അതിനൊരു ലക്ഷ്യമുണ്ട്, അതവിടെ പൂർത്തിയാകണം. അവിടെ അല്ലാതെ വേറൊരു സ്ഥലത്തും പൂർത്തീകരിക്കപ്പെടാൻ പാടില്ല. ഇന്ന് നമ്മുടെ മക്കൾക്ക്, അനേക മക്കൾക്ക് ഇത് ഒരു ജഡിക സുഖം, ഒരു സുഖത്തിനു വേണ്ടി മാത്രമുള്ള ഒരു സംഗതിയായി മാറി. വ്യഭിചാരം, ജഡിക പാപങ്ങൾ, ലൈംഗിക ബന്ധങ്ങള്, ശാരീരിക ബന്ധങ്ങള്. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധി നഷ്ടപ്പെട്ട്, ദൈവത്തിന്റെ പദ്ധതി നഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഈ വ്യഭിചാരത്തിന്റെ അവസ്ഥ. ഇനി ഇവിടെ ഒരു വലിയ മേഖലയുണ്ട്. ഇവിടെ ഒരു ജഡിക ആസക്തിയുടെ പിശാച്. ഹോസിയ പ്രവാചന പുസ്തകം 5-ാം അധ്യായത്തിന്റെ 4-ാം വചനം പറയുന്നുണ്ട്. എന്താണ്? തങ്ങളുടെ ദൈവത്തിന്റെ അരികിലേക്ക് കടന്നു വരുവാൻ അവരുടെ പ്രവൃത്തികൾ തന്നെ അവരെ അനുവദിക്കുന്നില്ല. എന്തെന്നാൽ വ്യഭിചാര ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു. നമ്മൾ ഒരു കാര്യം കാണുമ്പോ, ഒരു കാര്യം കേൾക്കുമ്പോ, ഒരു കാര്യം നമ്മൾ അനുഭവിക്കുമ്പോ അതിലൂടെയൊക്കെ ഒരു അരൂപി, വ്യഭിചാരത്തിന്റെ ദുർഭൂതം അവന് കേറുക, അവിടെ കേറുക. അത് കേറിക്കഴിഞ്ഞാൽ പിന്നെ ആ പാപത്തിലേക്ക്, ആ ആസക്തിയിലേക്ക്, ഈ ബന്ധത്തിലേക്ക് ഈ പിശാച് അവനെ അതിശക്തമായിട്ട് ആസക്തി കയറ്റി ആ പാപത്തിലേക്ക് നയിക്കും. അതോടൊപ്പം തന്നെ അവനെ ദൈവത്തിൽ നിന്ന് അകറ്റും, വിശ്വാസത്തിൽ നിന്ന് അകറ്റും, കുടുംബത്തിൽ നിന്ന് അകറ്റും. ദാമ്പത്യ അവിശ്വസ്തത, അവിഹിത ബന്ധം, അതിനുവേണ്ടി, ഈ ജഡിക പാപത്തിനു വേണ്ടി എല്ലാ ബന്ധങ്ങളും പരിശുദ്ധിയും നശിപ്പിച്ച് തകർന്നു പോകുന്ന മനുഷ്യന്റെ അവസ്ഥ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ഈ ഒരു മേഖലയിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന സിനിമകള്, ലിവിങ് ടുഗദർ, അതോടൊപ്പം തന്നെ അതിന് ഈ ജഡിക പാപങ്ങള്, കന്യകാത്വത്തിന്റെയും ബ്രഹ്മചര്യത്തിന്റെയും ഒരു പരിശുദ്ധിയുണ്ട്. അതിന് ചൈതന്യമില്ലാത്ത ജീവിതങ്ങളായിട്ട് മാറിക്കൊണ്ട്. പിന്നെ വേറൊരു കാര്യം കേട്ടോ, ഈ വിശ്വസ്തതയുമായിട്ട് ഒത്തിരി ബന്ധപ്പെട്ടതാണ് ഈ ലൈംഗിക ബന്ധം. ഇനിമേൽ നിങ്ങൾ രണ്ടല്ല, ഒറ്റ ശരീരമാണ്. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. അതാണ് വിവാഹം. അതിനൊരു വിശ്വസ്തതയുണ്ട്, ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ആ കമ്മിറ്റ്മെന്റിന്റെയും വിശ്വസ്തതയുടെയും അടിസ്ഥാനമാണ് നമ്മുടെ ശരീരം, നമ്മുടെ ലൈംഗികത. അതുകൊണ്ട് ഈ വിശുദ്ധി, ലൈംഗികമായിട്ടുള്ള ആ വിശ്വസ്തത നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ആ ഒരു ശാരീരിക വിശ്വസ്തത, വിശുദ്ധി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവത്തില്ല. ഈ ഒരു ജീവിതത്തിന്റെ കമ്മിറ്റ്മെന്റ്, സമർപ്പണം, അത് വിവാഹം എന്ന കൂദാശയിൽ മാത്രമേ പരിക്രമം ചെയ്യാൻ പാടുള്ളൂ. അത് നഷ്ടപ്പെട്ട പിന്നെ ഒരു ദാമ്പത്യ വിശ്വസ്തത ഉണ്ടാവില്ല, ഒരു കമ്മിറ്റ്മെന്റിന് പറ്റില്ല. പിന്നെ അതിന്റെ കുറ്റബോധം, അതിന്റെ നിരാശ. അനേക മക്കൾ പങ്കുവച്ച കാര്യമാണ് കേട്ടോ അച്ഛൻ ഈ പറയുന്നേ. പിന്നെ ഞാനിങ്ങനെ ചെയ്തല്ലോ, ഭർത്താവിനെ ചതിച്ചല്ലോ, ഭാര്യനെ ചതിച്ചല്ലോ. ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു അരൂപി അവര് പ്രവർത്തിക്കും. അതിൽ നിന്ന് വീണ്ടും കുടുംബജീവിതം മുന്നോട്ട് പോകും. അത് മക്കളെ സ്വാധീനിക്കും, തലമുറയെ സ്വാധീനിക്കും. ആ മക്കളെയും ഇതുപോലെ ആസക്തിയിലേക്കും തിന്മയിലേക്കും നയിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കുടുംബത്തില്, നമ്മുടെ മക്കളിലൊക്കെ ഈ പിശാച് കയറി അവർ കണ്ട സിനിമകളിലൂടെ, കേട്ട കാര്യങ്ങളിലൂടെ, ഇടപെട്ട ബന്ധങ്ങളിലൂടെ, സ്പർശിക്കപ്പെട്ട സ്പർശനങ്ങളിലൂടെയൊക്കെ ഈ ജഡികാസക്തിയുടെ വ്യഭിചാര ദുർഭൂതം കയറി അനേക മക്കളെ അടിമപ്പെടുത്തി, ബന്ധിച്ച്, കെട്ടിപ്പൂട്ടി വച്ചിരിക്കുമ്പോ ആ മക്കൾ കാർന്നമാരനുസരിക്കില്ല. ഒത്തിരി പ്രേമബന്ധങ്ങള്, ലിവിങ് ടുഗദറുകള്, ഹോം സ്റ്റേകള്, പബ്ബുകള്, അങ്ങനെ ഒത്തിരി പറഞ്ഞാൽ പോലും തീരാത്ത വിധത്തിൽ അനേക മേഖലകളില് എല്ലാം മറന്ന്, എല്ലാം നഷ്ടപ്പെടുത്തി ജീവിക്കുന്ന അനേക മക്കളുടെ നശിച്ചു പോയ, തകർന്നു പോയ അനുഭവങ്ങൾ. അനേക മക്കളും മാതാപിതാക്കൾ പങ്കുവച്ച കാര്യങ്ങളൊക്കെ ഇത്. നമ്മള് ഈ മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വ്യഭിചാര ദുർഭൂതം കയറി ഈ ജഡിക പാപത്തിൽ കുടുക്കി എല്ലാം വിട്ട് രാത്രി കറങ്ങാൻ പോവാ, പബ്ബി പോവാ, ജഡിക പാപം ചെയ്യുക, ഒരു മടിയില്ലാതെ ജീവിക്കുന്ന അനേക മക്കളുണ്ട്. ഈ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച അനേക മക്കള്
പണ്ട് പ്രേമത്തിൽ പോയി അവനുമായിട്ട് അവളുമായിട്ട് വീണ്ടും ബന്ധം, അങ്ങനെയൊക്കെ ഈ വ്യഭിചാര ദുർബോധത്തിൽ കയറി എന്ത് കിട്ടിയിട്ടാ? അല്പസമയത്ത് നൈമിഷിക സുഖം. അതിനുവേണ്ടി ഈ പിശാച് കുടുംബത്തെ, ജീവിതത്തെ, നമ്മുടെ വിശുദ്ധിയെ, ദൈവാലയത്തെ ഒക്കെ നശിപ്പിക്കുന്ന ഈ വലിയ പൈശാചിക ബന്ധനത്തിൽ പെട്ടുകിടക്കുന്നു അനേക മക്കളുണ്ട്. നീ ആരാധനയില്, ദൈവികാന സന്നദ്ധിയില് ഇന്ന് ദിനം നമ്മൾ ഈ വ്യഭിചാര ദുർബോധത്തിന്റെ പിടിയിൽപ്പെട്ട്, ജടിക പാപത്തിൽപ്പെട്ട്, ഉൾഫിനി കാണാതെ ജീവിക്കാൻ പറ്റാത്ത മക്കള്, സ്വയംഭോഗം ചെയ്യാതെ ജീവിക്കാൻ പറ്റാത്ത മക്കള്, സവർഗബോധത്തിന് അടിമപ്പെട്ടു പോയ മക്കള്, വ്യഭിചാരത്തിന് അടിമപ്പെട്ടു പോയ മക്കള്, വിളച്ചതയ്ക്ക് വേണ്ടി ഒത്തിരി ക്രൂരതകളും പൈശാചികതകളും ബലാത്സംഗങ്ങളും ഒക്കെ ചെയ്ത് നശിച്ചു പോകുന്ന അനേക മക്കള്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഇതൊരു വലിയൊരു പിശാചിന്റെ മേഖലയാണ്, ഒരു അടിമത്തമാണ്, ഒരു ബന്ധനമാണ്. ഇത് ഭയങ്കര കെട്ടാണ്, കെണിയാണ്. ഇതിൽ നിന്ന് ഒരു വലിയ മോചനം നമുക്ക് വേണം, നമ്മുടെ മക്കൾക്ക് വേണം. അതിനുവേണ്ടി നമുക്ക് ഇന്ന് ആരാധനയിൽ പ്രാർത്ഥിക്കാം. നമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവരും പരസ്പരം പ്രാർത്ഥിക്കണം കേട്ടോ. ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കണം. ഒത്തിരിയേറെ ബലിയർപ്പിച്ചും കരുണക്കൊന്ത ചൊല്ലിയും ഈശോയുടെ തിരുരക്തത്തിന്റെ ജപമാലയൊക്കെ സാധിക്കുന്നവർ ചൊല്ലും. ഈശോയുടെ ഏറ്റവും വെറിയേറിയ തിരുരക്തമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ. കർത്താവിന്റെ തിരുരക്തത്തിന്റെ ശക്തമായ രക്ഷ അത് സ്വന്തമാക്കിയെടുത്ത് അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ. വലിയ സന്തോഷത്തോടെ, വലിയ വിശ്വാസത്തോടെ, അതിലേറെ കരുത്തോടെ കർത്താവിന്റെ മക്കളെ ഒരുമിച്ച് നമുക്ക് ഈ ആരാധനയിൽ പ്രാർത്ഥിക്കാം. നമുക്ക് കൂട്ടായ്മയിൽ നിന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യീശോയെ, വീണ്ടും ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് നൽകി അങ്ങയുടെ കൂടെ ആയിരിക്കുവാനും, അങ്ങ് നൽകുന്ന പാപമോചനവും, അങ്ങ് നൽകുന്ന വിടുതലും, അങ്ങ് നൽകുന്ന വിമോചനവും നേടുവാനും അങ്ങയുടെ മക്കളായി ഞങ്ങളെയും, അതോടൊപ്പം തന്നെ കർത്താവെ, വിശുദ്ധ മോണിക്ക പുണ്യമതിയുടെയും വിശുദ്ധ അഗസ്തീനോസിന്റെ പ്രത്യേക മാധ്യസ്ഥത്തില് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കളെ പാപത്തിന്റെ, ശാപത്തിന്റെ, പിശാചിന്റെ പിടിയിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് അങ്ങയുടെ ശക്തി പ്രകടമാക്കിയെടുക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ സ്വർഗീയമായ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിച്ച് നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങളുടെ മക്കളെ മേൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ മക്കളെ വിടുവിക്കുന്ന അങ്ങയുടെ വലിയ കരുണയോർത്ത്, സ്നേഹത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങയുടെ മക്കളായി ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, ആരാധിക്കുന്നു കർത്താവേ. മഹത്വം, മഹത്വം, മഹത്വം. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി കർത്താവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധന, ആരാധന, ആരാധന. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ദേഹം തേടി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിയിടും. ഈശോയെ, ഞങ്ങൾ ഈ ആരാധിക്കുമ്പോ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന വിടുതലിനെ ഓർത്ത്, സൗഖ്യത്തെ ഓർത്ത്, സ്വാതന്ത്ര്യത്തെ ഓർത്ത്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് അവരുടെ ജീവിതങ്ങൾക്ക് നൽകുന്ന വലിയ വിമോചനത്തെ ഓർത്ത്, വലിയ വിടുതലിനെ ഓർത്ത്, കർത്താവേ അനുഗ്രഹങ്ങളെല്ലാം ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, ഈ ദിവസങ്ങളില് വലിയ കൂട്ടായ്മയില് അങ്ങയുടെ കൂടെ നിന്ന് അങ്ങേ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെയും പ്രാർത്ഥനകളും, നമ്മുടെ കണ്ണുനീരും നൊമ്പരങ്ങളും എല്ലാ സങ്കടങ്ങളും ഈശോയെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. മക്കളെ ഓർത്തുള്ള വേദനകള്, മക്കളെ ഓർത്തുള്ള നൊമ്പരങ്ങള്, മക്കൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങളുടെ ഒത്തിരി വേദനകളും അതിന്റെ ആകുലതകളും, മക്കളുടെ നാശം കണ്ട് കണ്ണീരൊഴുക്കി നോക്കി നിൽക്കാൻ മാത്രം പറ്റുന്ന അവസ്ഥയിൽ നിലവിളിക്കുന്ന, നിസ്സഹായതയിൽ കരയുന്ന എല്ലാ അമ്മമാരെയും, എല്ലാ അപ്പന്മാരെയും, എല്ലാ സഹോദരങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങ് ശക്തമായിട്ട് ഇടപെടണമേ. ഇന്ന് പ്രത്യേകമാവിധത്തില് കർത്താവേ, ജഡിക പാപത്തില്, ജഡിക ആസക്തിക്ക് അടിമപ്പെട്ട്, വ്യഭിചാര ദുർബോധത്താൽ അടിമപ്പെടുത്തപ്പെട്ട് ബന്ധിക്കപ്പെട്ട് കഴിയുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക്
ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, സാത്താന്റെ വലിയ കെണിയിൽ നിന്ന്, ഈ അടിമത്തത്തിന്റെ ആ വലയിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ അവിടുന്ന് വിടുവിക്കണമേ. അങ്ങനെ അതിൽ പെട്ടുപോയി ദേവാലയം വിട്ടു, കുടുംബം വിട്ടു, ബന്ധങ്ങൾ വിട്ടു, ഒരു ജടിക സുഖത്തിന് വേണ്ടി പല പ്രേമ കുരുക്കുകളിലും പല പല അവസ്ഥകളിലും അവിഹിത ബന്ധത്തിലും വ്യഭിചാരത്തിലും പെട്ടുപോയ അനേക മക്കള്, സ്വയംഭോഗത്തിന്റെയും സ്വവർഗഭോഗത്തിന്റെയും ജടിക പാപങ്ങൾക്ക് അടിമപ്പെട്ടു പോയ മക്കള്, അതിനാലൊക്കെ സാത്താൻ വലിച്ചു മുറുക്കി കെണിയിൽ ഇട്ട് കുടുക്കി ഒത്തിരിയേറെ നശിപ്പിച്ച ഞങ്ങളുടെ മക്കള്, അതില് കർത്താവ് പഠനം മുടങ്ങിപ്പോയവരുണ്ട്, ജീവിതം തന്നെ തകർന്നവരുണ്ട്, പ്രേമ നൈരാശ്യത്തില് ഡിപ്രഷനിൽ പെട്ടുപോയ മക്കളുണ്ട്. ഈശോയെ, പലവിധ മേഖലകളില് ജീവിതം തന്നെ തടസ്സപ്പെട്ടു പോയ, ഒത്തിരി രോഗാവസ്ഥയിൽ പോയ, ഒത്തിരി നിരാശപ്പെട്ടു പോയ ഞങ്ങളുടെ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക നഷ്ടം, സമയനഷ്ടം, ജോലി നഷ്ടം, ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോയ മക്കളുണ്ട്. കർത്താവെ, ഈ ജടിക ആസക്തിയുടെ പിന്നാലെ പോയതിന്റെ പേരിൽ ഈശോയെ, ഈ വ്യഭിചാര ദുർബോധന പിടിയിൽ നിന്ന് എല്ലാ മക്കളെയും മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങയുടെ ശക്തമായ ഇടപെടലും വിടുതലും, അങ്ങയുടെ ശക്തമായ കരം നീട്ടി കുരിശുമാന്റെ ശക്തിയാൽ ഈ പൈശാചിക ശക്തികളെ, വ്യഭിചാര ദുർബോധത്തെ നിർവീര്യമാക്കി ഞങ്ങളെ, മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളെയും മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മേഖലയില് ഒരു വലിയ വിടുതലിനായിട്ട്, സ്വയം വിമോചനത്തിനായിട്ട് നിങ്ങളുടെ മക്കളായ ഞങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധനമെല്ലാം അഴിയട്ടെ, കെട്ടുകളെല്ലാം പൊട്ടട്ടെ, യേശുവിന്റെ തിരുരക്തത്താൽ സാത്താൻ കോട്ടകൾ തകരട്ടെ. അനേക മക്കൾ നശിച്ചു പോകാൻ ഒരു കാരണം ഈ ജഡികാസക്തിയുടെ വ്യഭിചാര ദുർഭൂതമാണ്. ഒത്തിരിയേറെ മനുഷ്യര്, ദാവീദിന്റെ നാശം, സോളമന്റെ നാശം, അനേക മക്കളുടെ നാശം ഞങ്ങൾ ചരിത്രത്തിലും വിശുദ്ധ ബൈബിളിലും ലോകരാജ്യങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലും ഒക്കെ ഞങ്ങൾ ഒത്തിരി കാണുന്നുണ്ട്. അതിന്റെ പേരിലുള്ള അവിഹിത ബന്ധങ്ങള്, ജഡിക പാപങ്ങള്, തെറ്റായ സ്നേഹബന്ധങ്ങള്, കർത്താവേ, കാർന്നമാരെ വിട്ട് സ്വന്തം ശരീരത്തെ പോലും നശിപ്പിച്ച് പബ്ബുകള്, ഹോം സ്റ്റേകള്, ജഡിക പാപങ്ങള്, വ്യഭിചാര പ്രവൃത്തികള്, എല്ലാം അടിമത്തിൽപ്പെട്ടു പോയ മക്കളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ കെണിയിൽ നിന്ന് മോചിപ്പിക്കണമേ, കുരുങ്ങിപ്പോയ വലയിൽ നിന്ന് വിടുവിക്കണമേ, വലകൾ തകർത്ത് ഞങ്ങളുടെ മക്കളെ മോചിപ്പിക്കണമേ. ഈശോയെ, അങ്ങയുടെ സ്നേഹം, അങ്ങയുടെ വിശുദ്ധി അങ്ങയുടെ മക്കൾക്ക് നൽകണമേ. ആ മക്കൾക്ക് ദൈവിക ചൈതന്യം ശരീരത്തിനും മനസ്സിനും ആത്മാവിനും വികാരങ്ങൾക്കും ആസക്തികൾക്കും നിറച്ചു നൽകണമേ. ഈശോയെ, അങ്ങനെ ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ കുടുംബങ്ങളും ഞങ്ങളുടെ ജീവിതങ്ങളും ഈ പൈശാചിക പിടിയിൽ നിന്ന് മോചനം പ്രാപിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ദൈവാത്മാവിനാൽ മാത്രം നയിക്കപ്പെടുന്ന ശരീരങ്ങള്, ചിന്തകള്, വികാരങ്ങള്, ആസക്തികള്, ഇഷ്ടങ്ങള്, ബന്ധങ്ങള് എല്ലാമായി തീരട്ടെ. അങ്ങനെ യഥാർത്ഥമായ പരിശുദ്ധിയില്, കർത്താവേ, ദൈവ മക്കളുടെ സ്വാതന്ത്ര്യത്തില്, അഭിമാനത്തോടെ, അഭിഷേകത്തോടെ, വിശുദ്ധിയോടെ ഞങ്ങളുടെ മക്കളും ഞങ്ങളും ജീവിക്കട്ടെ. എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഈ മേഖലയിൽ പെട്ടുകിടക്കുന്ന എല്ലാ മക്കളെയും വ്യക്തിപരമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഒരു വലിയ വിമോചനം പരിശുദ്ധാത്മശക്തിയാൽ നിറയപ്പെട്ട് ദിവ്യകാരുണ്യ സ്നേഹത്തിൽ നിന്ന് എല്ലാ മക്കൾക്കും ലഭിക്കട്ടെ. വ്യക്തിപരമായ ഒരു നിമിഷം നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനുദേ മോചനമേകി. ഈശ്വരാശീർവാദത്തിനായിട്ട് നമ്മെ നമ്മുടെ മക്കളെയും പ്രത്യേകം സമർപ്പിച്ചുകൊണ്ട് ഈ വ്യഭിചാര ദുർബോധം നിർവീര്യമാക്കപ്പെടാനും ദൈവിക ജീവന്റെ സമൃദ്ധി പരിശുദ്ധാത്മശക്തി നിറയപ്പെടാനൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.